എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 132 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ശിവൻ മാസ്റ്റർ പോകുന്ന നേരമാണ് അങ്ങോട്ടൊരാൾ വന്ന് ഓൾഡ് വെസ്റ്റ് ആയിഷിങ് ഓൾഡ് വെസ്റ്റ് എന്ന് തന്നെ പറയാം സോൾലാൻഡിലും ഉണ്ടായിരുന്ന അതേപോലുള്ള ആളിന് അയാളല്ല ഓക്കെ അവരുടെ ചീഫ് മാസ്റ്ററിന് വളരെയധികം വാല്യൂ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന ഒരു വലിയ മീനിനെ പിടിക്കാൻ കൂടി എന്ന് അത് കേട്ട് മനസ്സിലായില്ലേ. ഷിയോ ഫാമിലിയിലെ ആക്കി നിന്റെ കയ്യിലുണ്ടല്ലേ, അത് കേട്ട് അവ ഷോക്കായി. കാരണം അവർക്കറിയാത്ത ഒന്നാണ് നിന്റെ അച്ഛൻ അത് പറഞ്ഞിട്ടില്ല, ഇനി അവസാന ശ്വാസം തീർന്ന പോലും അത് പറയില്ല. അത് കേട്ട് അടുത്ത ഷോക്ക് അവന്റെ കയ്യിൽ അവന്റെ അച്ഛനുണ്ട് എന്നത് മനസ്സിലായി. ഇപ്പോഴത്തെ ഷിയോ ഫാമിലിയുടെ ആളിന്റെ കയ്യിലാകും ആ കീ ഉണ്ടാകുക. ആ കീ എന്ന് പറയുന്നത് ആ ജെയ്ഡാണ്, ടു ഷിയൻസിന്റെ ജെയ്ഡ്. ശിവൻ ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ അവനെ എതിർക്കാൻ നിനക്ക് കഴിയില്ല, ആദ്യം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് അത് ശിവൻ തടഞ്ഞു. മാസ്റ്ററിനോട് റിങ്ങിനുള്ളിൽ കയറാൻ സംഭവം പറഞ്ഞു, എന്ത് സംഭവിച്ചാലും പുറത്ത് വരുത് എന്തോടെ പറയുന്നുണ്ട്. മാസ്റ്റർ അകത്തേക്ക് പോയി. പിന്നെ അവിടെ ഫൈറ്റ് തുടങ്ങി. അവരുടെ സോൾ ചേഞ്ച് യൂസ് ചെയ്ത് ഉള്ള അറ്റാക്ക് അതല്ല ശിവ ലൈറ്റിന് കുവിച്ച് മാറി പോവാണ്. അവന്റെ റിയാക്ഷൻ സ്പീഡിൽ ഗോൾഡ് കോസ്റ്റ് ഇംപ്രസ് ആയി. എന്നാൽ പല രീതിയിൽ നോക്കുന്നുണ്ട്. ശിവനോട് 9 സ്റ്റാർ ഡൗ ആൻസസ്റ്ററിന് ഇത്ര പറ്റുമെന്ന് കരുതിയില്ല, എന്നാൽ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ശിവൻ റോളർ സ്കില്ല് അത് യൂസ് ചെയ്ത് ക്രോസ് വിട്ടു. ആ പവർഫുൾ അറ്റാക്ക് പോലും അയാൾ ഒറ്റ കൈ കൊണ്ട് തടയുകയാണ്. അത് ഡിസ്ട്രോയ് ആക്കി. അതിന്റെ എഫക്റ്റില് ശിവൻ തടഞ്ഞ് പറകോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് സ്പേസിൽ നിന്നും ആംഗ്രി മുത്താലോട്സ് അതപ്പം മുന്നേ ഉണ്ടാക്കിയതാകണം, അത് ഇതുപോലൊന്നും സംഭവിച്ചെന്ന് അറിയാമായിരിക്കാം. അത് വിട്ടു അത് ഡിസ്ട്രോയ് ആക്കി. അതിൽ നിന്നും അയാൾ മാറി, എന്നാ പവർഫുൾ ആയിരുന്നു എന്നത് മനസ്സിലായി. ശിവൻ പോകുന്നതുകൊണ്ട് അവനെ പിടിച്ചു. ലോക്കാക്കിയിട്ട് ഹാൻഡ് അത് യൂസ് ചെയ്ത് അവനെ പിടിക്കാണ്. ശിവൻ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇറക്കുമ്പോഴാണ് അത് ശിവന്റെ ക്ലോണായിരുന്നു. അവൻ പുറത്തേക്ക് പോയി പറ്റിക്കപ്പെട്ടു എന്നത് മനസ്സിലായി. ഈ സമയത്താകട്ടെ പുറത്ത് വലിയ രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫെങ് ടൈം ചെയ്യാനും ഈശാനെ ടൈം യൂസ് ചെയ്യാനും പിന്നെ ആൻഡും പിന്നെ പപ്പറ്റും പല സൈഡിൽ നിന്നും അവരുടെ അറ്റാക്ക് നടക്കുമ്പോഴാണ് ശിവ വന്നിട്ട് കഴിഞ്ഞു പെട്ടെന്ന് പോകാൻ അവനെ പിടിക്കാൻ പോയത് ഒരു മുട്ട. അപ്പോഴേക്കും പപ്പറ്റ അടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഓൾഡ് വെസ്റ്റ് വന്നിട്ട് അങ്ങനെ ഇവിടുത്തെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്ക് ചുറ്റുപറ്റി ഷീൽഡ് പോലെ സ്പിരിച്വൽ ബാരിയർ അത് വെച്ചു. ശിവൻ അവരോട് 4 കൈൻഡ് ഓഫ് ഹെവൻലി ഫ്ലെയിം വെച്ച് ഡിസ്ട്രോയിഡ് ആംഗ്രി ബുദ്ധാലോട്സ് ഉണ്ടാക്കാൻ എനിക്ക് ടൈം വേണം, ഫെങ് നമ്മൾ നോക്കാം, എന്നാൽ ഓൾഡ് വെസ്റ്റിന് തടയാൻ കഴിയും എന്നാണ്. എന്നാൽ അയാള് അവരോട് ശിവനെ ഞാൻ നോക്കിക്കൊള്ളാം ബാക്കിയുള്ളവരെ തടയാനായിട്ട് പറയുന്നുണ്ട്. അവരൊക്കെ അങ്ങനെ അവരുടെ ഫൈറ്റ് അവിടെ പിന്നെ പോവുകയാണ്. ഈ സമയത്ത് ശിവനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഫൈറ്റ് പിന്നെ പോന്നു. ശിവനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് വരുന്നു. അവർ തടയാൻ നോക്കുന്നുണ്ട്. ഫൈറ്റിനോടൊപ്പം എല്ലാം മാറി പോവുകയാണ്. അവനോട് മതി നിർത്തിക്കോ, ആ കീ തന്ന കുറച്ചെങ്കിലും ജീവൻ വെറുതെ വിടാം. ശിവൻ കൊടുക്കും ഇല്ല എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു ഒരു അറ്റാക്ക് അത് തടയാൻ ആർക്ക് കഴിയുന്നില്ല. അത് അവന് നേരെ വന്നത്. അപ്പോഴുണ്ട് സിയാൻ അവളുടെ യഥാർത്ഥ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ട് അത് വന്ന് തടയുകയാണ്. അറ്റാക്ക് തടഞ്ഞു തിരികോട്ട്. ഈ ഹ്യൂമൻ ഫോം ആയതുകൊണ്ട് തന്നെ അവളുടെ ലെവൽ ഡൗ വെനറേറ്റ് ആകും. അവൾ ചെറിയ രൂപത്തിൽ നിൽക്കുന്നത് പണ്ടത്തെ ഒരു ഹെർബലാണ് ആ കഴിച്ചിട്ടാണ്. എന്റെ കഴിച്ച് അവൾക്ക് കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. അവന് കുറച്ച് ടൈം തരാം, പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവളോട് സോൾ ഹാളിന്റെ എനിമി ആകണോ മിണ്ടാരിയടാന്ന് പറഞ്ഞ് അവർ നേരെ ചെല്ലുന്നു. അവരേറ്റ് ഫൈറ്റ് ഓൾഡ് കോസ്റ്റ് പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന്. പുറകോട്ട് പോയി. പിന്നെ അവളുടെ ഫൈറ്റ് അവളൊരു ഹ്യൂമൻ ഫോം അല്ലല്ലോ, ഡ്രാഗണാണ്. അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെങ്തും ഏകദേശം അവൾക്ക് ഇപ്പൊ കാണും. സ്പേസ് ലോക്ക് യൂസ് ചെയ്ത ഒരു അറ്റാക്ക് അവളെ ലോക്കാക്കി. എന്ന സ്പേസ് ലോക്കിന്റെ മാസ്റ്ററിനോടാണ് കളിക്കുന്നത് എന്ന രീതിയിൽ അവള് സിമ്പിൾ ആയിട്ട് പൊട്ടിച്ചു. ഇതാരാണ് ഇത്രയും സ്ട്രോങ് ആണ് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഇത് പിടിയെന്ന് പറഞ്ഞൊരു പവർഫുൾ ഡ്രാഗൺ പവർ എടുത്തുള്ള അറ്റാക്ക് അത് കൊടുത്തു. അയാൾ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് തിരിച്ചും കൊടുത്തു. അത് കൂട്ടിയിടിച്ച് രണ്ടുകൂടി കൂട്ടിയിടിച്ച് അവസാനം പൊട്ടിത്തെറിച്ച് അതിന്റെ എഫക്റ്റിൽ അത്ര പവർഫുൾ ആയിട്ട് അയാളുകൊണ്ട് അയാൾ തെറിച്ച് പുറകോട്ട് പോയി. ഓൾഡ് കോസ്റ്റ് ഒരുപാട് പുറകോട്ട് പോയി വീണു. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അവന് മനസ്സിലായില്ല, അത്രയ്ക്ക് അതിശയമായി പോയി. അപ്പോൾ അവന്റെ ശിവൻ 4 തരം ഹെവൻലി ഫ്ലെയിം ഉപയോഗിച്ചുണ്ടാക്കുന്ന അത് വലിയ പണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തടയാൻ അതേ സ്കില്ല് എടുക്കുമ്പോൾ സിയൻ വരികയാണ്. എന്നാൽ അപ്പോഴേക്കും അവളുടെ ലിമിറ്റ് കഴിഞ്ഞു. പഴയ ഫോമിലേക്ക് പോയി പണി പാളിയെന്നത് മനസ്സിലായി. അവളെ ടാർഗറ്റ് ആക്കി. അവൾക്ക് മാറാൻ കഴിയുന്നില്ല. അവളെ കൊല്ലാനായിട്ട് ആ സ്കിൽ യൂസ് ചെയ്ത് ചിരിച്ചുകൊണ്ട് അടുത്ത് എത്തിയതും എന്തെങ്കിലും സംഭവിക്കില്ല. ഷിങ്ഷാൻ അവിടെ എത്തി തടഞ്ഞു. അവളുടെ അടുത്തൊന്ന് നിൽക്കുന്നു. അവനെ കണ്ട് നീ പുറത്ത് ട്രെയിനിങ് പോയതല്ലേ, പിന്നെ ഇവിടെ എങ്ങനെ? അത് ആർക്കറിയാം, എന്റെ ട്രെയിനിങ് നൈസായിട്ട് പോയിരുന്നു. പെട്ടെന്ന് ആരും എന്നെ ഇങ്ങോട്ട് തട്ടി എന്ന് സിയാന് ഡേഞ്ചർ ആയപ്പോ ആരെ ഹെൽപ്പ് ചെയ്തതുപോലെ. എന്നത് എത്താകുന്നതിന് മുൻപേ ഓൾഡ് കോസ്റ്റ് പിന്നെ വരുന്നു. അടുത്ത ഡവനറായിട്ടോ അവന്റെ തീരാറായെന്ന് മനസ്സിലായിട്ട് അത് തടയാനായിട്ട് വരുന്നുണ്ട്. അത് തടയാനായിട്ട് ഷിങ്ഷാനോട് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അയാൾ മാറി ആ ഫോഴ്സിൽ തിരിച്ചടിച്ച് അതാകട്ടെ ഒരു സോഡ് ഉപയോഗിച്ച് തടയാണ്. ആ ഫോഴ്സ് ഉണ്ടല്ലോ അത്ര പവർഫുൾ ആയ ഒരു അടിയായിരുന്നു. ആ ഫോഴ്സിൽ ആ സ്റ്റിക്ക് തടഞ്ഞെങ്കിലും ആ പിറകോട്ട് തെറിച്ചു പോകുന്ന രീതിയിൽ ആ ഫോഴ്സിൽ അങ്ങ് പോവുകയാണ്. ശിവന്റെ അടുത്തെത്തിയ മാറാൻ കഴിഞ്ഞില്ല. നേരെ വന്ന് ഒറ്റടി. അതാരും പ്രതീക്ഷിച്ചില്ല, ഞാൻ പോലും. ആരെങ്കിലും തടയൊന്ന് കരുതി. എന്നാൽ അവന് നല്ല പരിക്കൊറ്റി താഴേക്ക് പോവുകയാണ്.
അതുകൊണ്ട് ചിരിയാകട്ടെ പൊട്ടിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ പോകുന്നെങ്കിൽ നിന്നെ കൊണ്ട് പോകണമെന്ന് പറഞ്ഞ ആ ഡിസ്ട്രോയിഡ് ആംഗ്രി ബുദ്ധലോട്സ് അത് ഉണ്ടാക്കി കഴിഞ്ഞത് നേരെ ചെന്നിട്ട് അത് പൊട്ടിക്കുകയും ചെയ്തു. അതിന്റെ എഫക്റ്റില് അവിടെയുള്ള സോൾഹാള ബ്രാഞ്ച് ഓരോ സൈഡ് പൊട്ടിത്തെറിയാനായിട്ട് തുടങ്ങി. എല്ലാവരും അവിടെ നിന്ന് മാറി, കാരണം അതിന്റെ എഫക്റ്റ് അവർക്ക് നല്ല പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അതിന് അവർ പോലെ അത്ര ടെറിഫിക്കായിരുന്നു. ശിവനെ ഷിങ്ഷാൻ കൊണ്ടുപോയി അവന്റെ ബോധം അപ്പോഴേക്കും പോയിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരവിടെ വന്ന് അവന്റെ സിറ്റുവേഷൻ കൊണ്ട് എത്ര പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പോകണം എന്നാൽ അപ്പോഴുണ്ട് വേറൊരു വോയിസ്. എല്ലാവരും പിന്നെ ഷോക്ക്. സോൾഹാളെ ഉള്ളവരെ നോക്കുന്നുണ്ട്. ഈ ഇത്ര വർഷത്തിനിടയിൽ സോൾഹാളിനെ ഡിസ്ട്രോയിഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ശിവൻ അത് നീയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് വരികയാണ്. വൈറ്റ് ഡൗസനും ബ്ലാക്ക് ഡൗസനും അവരെ സോൾഹാളിന്റെ പ്രൊട്ടക്ടേഴ്സ് വെൽക്കം ചെയ്യുന്നുണ്ട്. മറ്റേ ഓൾഡ് കോസ്റ്റ് അവനെ കൊല്ലാനായിട്ട് പറയുമ്പോൾ നിന്നിൽ ബ്ലെയിം ചെയ്താൽ മതി, ക്രെഡിറ്റ് ഉണ്ടാക്കാൻ നോക്കിയതല്ലേ, ആ സ്പിരിച്വൽ ജേഡ് യൂസ് ചെയ്ത് നമ്മളെ വരുത്താൻ കഴിഞ്ഞിട്ടില്ലേ, ചെയ്തില്ല. എല്ലാം ബ്ലാക്ക് ഫെങ്ങപ്പോഴാണ് അവർ വൈറ്റ് ബ്ലാക്ക് ആണ്. അവരുടെ സ്ട്രെങ്ത് ഓൾഡ് ക്വസ്റ്റിനേക്കാൾ കൂടുതലാണ്. ഡൗ എന്ന റേറ്റ് 6 സ്റ്റാർ ആണ് അവർക്കുള്ളത്. നമുക്ക് തടയാൻ കഴിയില്ല. ഈശ്വര അവരോട് പോകാൻ പറയുമ്പോൾ ഫെങ് വേണ്ട, അവരെന്നാ നോക്കിക്കള എന്ന് ഫെങ് പിന്നെ പറയുന്നുണ്ട്. അവരെ പരസ്പരം അപ്പോഴാണ് സീൻ ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ അവളുടെ ഏൻഷ്യന്റ് ബ്ലേഡ് അത് യൂസ് ചെയ്തു. ശിങ്ഷ ഇത് അതല്ലേ എല്ലാം ചെയ്യിക്കൊണ്ട് മിണ്ടാതിരി, ഇത് കുറച്ചല്ലേ. അത് വെച്ച് അവളൊരു പോർട്ടൽ അവിടെ ഉണ്ടാക്കി. എങ്കിൽ പിന്നെ സ്പേസ് യൂസ് ചെയ്ത് പൊയ്ക്കൂടെ. എന്താ കാര്യം, ഈ സ്പേസ് യൂസ് ചെയ്യുന്നത് കുറച്ച് ദൂരം മാത്രം പോകാനാണ്. അതുപോലെ ഡവ് വെനറേറ്റിന് മുൻപിൽ എസ്കേപ്പ് ആകാൻ കഴിയുന്നൊന്നല്ല. ഇവള് ഈ സ്കിൽ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ വളരെ ദൂരം പോകാൻ കഴിയും. ഈവൻ ഡൗസൻ ലെവൽ അല്ലെങ്കിൽ ഡവ് വെനറേറ്റ് ലെവലോ റേഞ്ച് കഴിഞ്ഞ് പോകാൻ കഴിയും. അത് തടയാൻ വൈറ്റ് ബ്ലാക്കും നോക്കുന്നുണ്ട്. അവളുണ്ടാക്കിയ ആ സ്കില്ല് അത് ഫുള്ളായില്ല, കുറച്ച് ടൈം വേണം. ഫെങ്ക് പോകാൻ നേരം ടൈം ചെയ്യാൻ എപ്പോഴേക്കും പോയി. ഒരു സ്കിൽ യൂസ് ചെയ്ത് ആ സ്കില്ലിന് അവരുണ്ടാക്കിയതിനെ ബ്രേക്ക് ആക്കി. അതിൽ പരിക്ക് പറ്റി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, സെൽഫ് ഡിസ്ട്രക്ഷൻ. അവരെല്ലാവരും ട്രാപ്പാക്കി. ഫെങ്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ തീരുമാനിച്ച് യാവച്ചൻ ഞാൻ ടൈം ചെയ്യണം. ആ ചെയ്ത ഹെൽപ്പിന് പവരം തരുവാണ്. ഒരു ഡൗസ് ലെവൽ ഡിസ്ട്രോയ് ആക്കിയ അതത്ര പവർഫുൾ ആണെന്ന് അറിയാമല്ലോ. ഈ ബാരിയർ ബ്രേക്ക് ആക്കാൻ പറയുന്നുണ്ട്. അവർ ബ്രേക്ക് ആക്കാൻ തുടങ്ങി. സിയൻ ആ പോർട്ടൽ പെട്ടെന്ന് സെറ്റാക്കി. എല്ലാവരും പോകും, ഇത് കുറച്ച് നേരം എനിക്ക് കഴിയുള്ളൂ. അപ്പോഴേക്കും അത് ഡിസ്ട്രോയ് ആകുന്ന രീതിയിൽ അപ്പോഴുണ്ട് ടൈജന്റെ മുഴുവൻ പവർ അതിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അത് ശരിയായി. അവരവിടെ പോകുന്നു. ടൈജ സാക്രിഫൈസ് ചെയ്തു. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതെല്ലാം അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.